സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 21, 28 മുതൽ 32 വരെ തിരുവചനങ്ങൾ. നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവൻ ഒന്നാമൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, മകനെ, പോയി ഇന്ന് മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുക. ഞാൻ പോകാം എന്ന് അവൻ പറഞ്ഞു. എങ്കിലും പോയില്ല. അവൻ രണ്ടാമൻ്റെ അടുത്ത് ചെന്ന് ഇത് തന്നെ പറഞ്ഞു. അവനാകട്ടെ, എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞു. എങ്കിലും പിന്നീട് പശ്ചാത്തപിച്ച് അവൻ പോയി. ഈ 2 പേരിൽ ആരാണ് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയത്? അവർ പറഞ്ഞു, രണ്ടാമൻ. യേശു പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ചുങ്കക്കാരും വേശ്യകളുമായിരിക്കും നിങ്ങൾക്ക് മുമ്പേ സ്വർഗരാജ്യത്ത് പ്രവേശിക്കുക. എന്തെന്നാൽ യോഹന്നാൻ നീതിയുടെ മാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു, നിങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരും വേശ്യകളും അവനിൽ വിശ്വസിച്ചു. നിങ്ങൾ അത് കണ്ടിട്ടും അവനിൽ വിശ്വസിക്കത്തക്ക വിധം അനുതപിച്ചില്ല. കർത്താവില് ഏറ്റവും സ്നേഹിക്കപ്പെട്ട എഫാത്ത കുടുംബാംഗങ്ങളെ, യേശു ഇസ്രായേൽ ജനത്തെ നോക്കി അല്പം കഠിനമായ ഭാഷയിൽ പറഞ്ഞ ഈ വചനം കേട്ടത് അവർക്കൊന്നും അത്ര സുഖിച്ചില്ല. കാരണം തങ്ങൾ വളരെ പേരുകെട്ടവരാണെന്നും ദൈവത്തിൻ്റെ അരുളപ്പാടുകളെല്ലാം വളരെ വ്യക്തമായിട്ട് തങ്ങൾക്ക് കിട്ടിയെന്നും ഒക്കെ വിശ്വസിച്ചിരുന്ന ഒരു ജനതയുടെ അടുക്കലാണ് അന്ന് അവർ ചിലരെയൊക്കെ മുദ്ര കുത്തി മാറ്റി നിർത്തിയിരുന്നു. ചിലരെയെല്ലാം സമൂഹത്തിൽ ഇവൻ പിഴകെട്ടതാണ്, ഇത് പിഴകെട്ടതാണ്, ഇങ്ങനെ മാറ്റി നിർത്തിയിരുന്ന ജനങ്ങള് അവര് ദൈവത്തിൻ്റെ വചനം കേട്ടപ്പോൾ അവരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടായി. അവരുടെ പഴയ ജീവിത ശൈലികൾ അവർ ഉപേക്ഷിച്ച് നന്മയുടെ മാർഗത്തിലേക്ക് വരാൻ അവർ മനസ്സ് കാണിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മൾ യേശുക്രിസ്തുവിൻ്റെ ജനന തിരുനാൾ ആഘോഷിക്കാൻ ഒരുങ്ങുമ്പോൾ നമ്മളും ഒരു വലിയ ഒരുക്കത്തിൽ ഹൃദയ പരിവർത്തനമാണ് ദൈവം ആഗ്രഹിക്കുന്നത് നമുക്കറിയാം. നമ്മൾ ക്രിസ്ത്യാനിയെക്കുറിച്ച് അവനെങ്ങനെയായിരിക്കണമെന്ന് വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നുണ്ട്. 1 തെസ്സലോനിക്കർ 5 ഇങ്ങനെയാ പറയുക, നിങ്ങൾ എല്ലാവരോടും സദാ നന്മ ചെയ്യുവാൻ ശ്രദ്ധിക്കാൻ പറഞ്ഞു. എന്നിട്ട് എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കുവാൻ പറഞ്ഞു. 3, ഇടപെടാതെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവാൻ പറഞ്ഞു. ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. പ്രിയപ്പെട്ടവരെ, നമ്മൾ
ദൈവഹിതം തിരിച്ചറിഞ്ഞ് ജീവിക്കുന്ന മനുഷ്യരായിരിക്കണം. എപ്പോഴും പ്രാർത്ഥിക്കണം, എപ്പോഴും സന്തോഷവാന്മാരായിരിക്കണം, എല്ലാ കാര്യങ്ങളിലും നന്ദി പറയണം. നമുക്ക് ഈ 3-4 കാര്യങ്ങൾ നമ്മളൊന്ന് ചിന്തിക്കുന്ന നന്നായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് നന്ദി കെട്ട വർഗമായിട്ട് നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ പറയാൻ പറ്റും. എന്നാ കിട്ടിയാലും ഒരു നന്ദിയും പറയല. നമുക്ക് കിട്ടുമ്പം തിന്നു കൊള്ളാം, അതിന് പോലും നല്ലതെന്ന് പറയാൻ നമുക്ക് അറിഞ്ഞുകൂടാ. പിന്നെ പ്രാർത്ഥിക്കുന്നുണ്ടോ? എൻ്റെ കാര്യം നടക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ ചിലപ്പോൾ ഒക്കെ പ്രാർത്ഥിക്കും. പക്ഷേ എപ്പോഴും പ്രാർത്ഥിക്കണം. ജീവിതത്തിൽ എപ്പോഴും സന്തോഷവാന്മാരായിരിക്കാൻ പഠിക്കുക. ജീവിതത്തിൽ നിങ്ങളുടെയൊക്കെ മുഖത്തോട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എത്ര ചിരിക്കാൻ പറ്റുന്നുണ്ട് നമുക്കൊക്കെ. ജീവിതത്തിൽ ചിലപ്പോൾ എവിടെയെങ്കിലും ഒരു ചെറിയ പരു പറ്റിയാൽ, ഒരു ചെറിയ മുറിവുണ്ടായാൽ തീർന്നു, മുഖത്തെ സന്തോഷം എല്ലാം പോയി. അല്ലെങ്കിൽ ചെറിയൊരു ചീറ്റൽ വന്നാൽ മതി, നമ്മൾ അസ്വസ്ഥരായി. ചെറിയൊരു രോഗം, ചെറിയൊരു തലവേദന, ചെറിയൊരു പ്രശ്നം നമ്മളെ അസ്വസ്ഥരാക്കുന്നു. അപ്പോൾ നമുക്ക് പ്രൈസ് ദി ലോർഡ് പറയാൻ പറ്റുമോ? പ്രിയപ്പെട്ടവരെ, ഇത് പ്രാർത്ഥനയാക്കി മാറ്റാൻ പറ്റുമോ? നമ്മൾ ഓരോരുത്തരും ഓർക്കണം, നമ്മളെക്കാളും വേദനിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. പക്ഷെ വിശ്വാസിയായി മാറുന്ന ഓരോ മനുഷ്യനും എപ്പോഴും നിരന്തരം പ്രാർത്ഥിക്കുകയും നിരന്തരം ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്ന മനുഷ്യരായിട്ട് മാറും. നമുക്ക് ഈ നോമ്പുകാലത്ത് ഈ വിധത്തിൽ എപ്പോഴും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എപ്പോഴും പള്ളിയിലിരുന്ന് എഫാത്ത റൂമിൽ തന്നെ ഇരിക്കണമെന്നൊന്നുമില്ല. കറിക്കരിയുമ്പം ദൈവത്തെ സ്തുതിക്കാൻ പറ്റും, പാട്ട് പാടിക്കൊണ്ട്. നല്ല ഒരു ഗുണം എന്നാന്നറിയാവോ? ഈ വിധത്തിൽ നല്ല രീതിയിൽ ഭക്ഷണം പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുക്കിയിട്ട് വിളമ്പിക്കഴിയുമ്പം, അത് കഴിച്ചു കഴിയുമ്പം രോഗശാന്തി കിട്ടും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇതാണ് മക്കളെ, എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളൊന്ന് ചെയ്തു നോക്കിക്കേ. വീട്ടിലെ കർമ്മങ്ങൾ തന്നെ ചെയ്യുമ്പോൾ, റബ്ബർ വെട്ടാൻ പോകുമ്പോഴും പ്രൈസ് ദി ലോർഡ് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ റബ്ബർ വെട്ടാൻ തുടങ്ങുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ട് പാല് അതിൻ്റെ അകത്തുനിന്ന് വരുന്നത് കാണാൻ സാധിക്കും. അങ്ങനെ ഓരോന്നിലും നിരന്തരം സ്തുതിക്കുന്ന ദൈവമക്കളായിട്ട് മാറണം. എപ്പോഴും പ്രാർത്ഥിക്കുക എന്ന് പറയുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു കൊലം വെള്ളം കോരുമ്പോഴും പ്രാർത്ഥിക്കാം, കറിക്കരിയുമ്പോഴും പ്രാർത്ഥിക്കാം, തുണി അലക്കുമ്പോഴും പ്രാർത്ഥിക്കാം, എപ്പോഴും പ്രാർത്ഥിക്കാം. പിന്നെ നമ്മളെക്കുറിച്ചൊക്കെ പണ്ട് പറയുന്നുണ്ട്, ചിലർ ഈ വെറുപ്പൊക്കെ ഉണ്ട്, വെറുപ്പ് തീർക്കാൻ വേണ്ടി ചില പരിപാടിയൊക്കെ ചെയ്യും. പണ്ട് ഇത് ധ്യാനമല്ലാത്തതുകൊണ്ട് ഞാനതൊന്നും പറയുന്നില്ല. എങ്കിലും ഒരു കാര്യം ഞാൻ ഓർക്കുക, ഇപ്പം പെട്ടെന്നൊരു പല വിചാരം എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. പണ്ട് ഒരമ്മായിയമ്മയും മരുമകളും കൂടെ വീട്ടിൽ വഴക്കുണ്ടാക്കും. അന്നേരം മകള് ഒന്നും മിണ്ടുകയില്ല, മിണ്ടാതെ വീട്ടിലെ തുണിയെല്ലാം എടുത്തുകൊണ്ട് പോവും. എന്നിട്ട് ഈ തുണിയെല്ലാം നല്ല ഭംഗിയായിട്ട് അലക്കും. അപ്പോൾ ഒരു ആൾ ചോദിച്ചു, നീ എന്നാ ഈ അമ്മയമ്മ ഇത്രയൊക്കെ പറഞ്ഞിട്ടും യാതൊരു കുഴപ്പമൊന്നും ഉണ്ടാക്കുകയല്ലോ, വളരെ നല്ല രീതിയിൽ എല്ലാം പരിഗണിക്കുന്നുണ്ടോ? അന്നേരം അവൾ പറഞ്ഞു, എനിക്ക് വിഷമമൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ചിലപ്പോൾ എന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തുണിയെടുത്തുകൊണ്ട് ഈ കല്ലിനിട്ട് 2 ഇടി ഇടിക്കുമ്പം ഞാൻ ആദ്യത്തെ ഒരു 5-6 അടി ഇങ്ങനെ അടിക്കും ഏതാണേലും. അപ്പോഴതിൻ്റെ ഒരു ഗുണം എന്നാന്ന് ചോദിച്ചാൽ തുണിയിലെ ചെളിയെല്ലാം നന്നായിട്ട് പോകും. പിന്നെ അതുകൊണ്ട് ഈ ചിലപ്പോൾ അമ്മായിയമ്മ വഴക്ക് പറയുമ്പോൾ എനിക്കങ്ങനെ അത് ഞാനിങ്ങനെ ഒരു ചെറിയ കളിയായിട്ട് എടുക്കുമ്പോൾ അത് ഗുണമായിട്ട് തീരുമെന്ന് ഒരു തമാശ പറഞ്ഞത് ഞാൻ കേട്ടു. ഏതാണെങ്കിലും അതിപ്പോൾ ഇന്നത്തെ കാലത്ത് പറ്റുമോയെന്നറിയത്തില്ല. ഏതാണെങ്കിലും പണ്ടിങ്ങനെയൊക്കെ ചിലർ ചിലത് മാറ്റിവിടാൻ ശ്രമിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതൊന്നും അല്ലെങ്കിലും നമ്മളെപ്പോഴും ഓർക്കണം പ്രിയപ്പെട്ടവരെ, നിരന്തരം സന്തോഷപൂർവ്വം ജീവിക്കാൻ പഠിക്കുന്ന ജീവിതമാണ്. എഫാത്തയിലെ ഓരോ ദൈവമകനും മകളും ഈ വിധത്തിൽ നിരന്തരം സ്തുതിച്ച് നിരന്തരം ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും ദൈവമഹത്വത്തിന് വേണ്ടി ചെയ്യുമ്പോൾ നമ്മൾ
വിശുദ്ധ ഗണമായിട്ട് മാറും. നമ്മൾ ഓരോരുത്തരും വിശുദ്ധരായി മാറാൻ വിളിക്കപ്പെട്ടവരാണ്. ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് നമുക്ക് നമ്മളെ തന്നെ ഓരോ ദിവസവും ദൈവസന്നിധിയിൽ വിശുദ്ധിയിൽ വളർത്തിക്കൊണ്ടുവരുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവഹിതം നിരന്തരം പ്രാർത്ഥിച്ച് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുന്ന വ്യക്തികളായി തീരാൻ, ഇതാണ് ദൈവത്തിൻ്റെ ഹിതമെന്ന് തിരിച്ചറിഞ്ഞ് നിരന്തരം സന്തോഷിക്കുന്ന, എന്തിലും പ്രൈസ് ദി ലോർഡ് പറയുന്ന വ്യക്തികളായിട്ട് നമുക്ക് മാറണം. വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയും, അപ്പനും അമ്മയും മുഖത്തോട്ട് മക്കളും എല്ലാം കൂടെ കൂടിയിരുന്ന് ചുമ്മാ കുറച്ചു നേരം ചിരിക്കാമെങ്കിൽ നിങ്ങൾക്ക് ആശുപത്രിയിൽ ഇതിൻ്റെ പകുതി പൈസ കൊടുക്കേണ്ടി വരികയില്ല. ഈ എല്ലാം ഞരമ്പ് രോഗം പിടിച്ചിരിക്കുക ഒരു സൈസ്. അതുകൊണ്ട് ഇടയ്ക്ക് ഒന്ന് ചിരിക്കാൻ പറയും ഞാൻ. പ്രിയപ്പെട്ടവരെ, വീട്ടിലൊക്കെ ഓരോ ചിരി ക്ലബ്ബുകളൊക്കെ ഉണ്ടായി. വീട്ടിലെല്ലാവരും സന്തോഷവാന്മാരും സന്തോഷവതികളും എപ്പോഴും വലിയ സീരിയസാണ്. ചിലരുടെ മുഖം കണ്ടാൽ അറിയാം ആകമാനം ഇപ്പം സർവ്വതും ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാൻ പോകുന്ന പോലെ. അതെല്ലാം ഒന്ന് മാറ്റിയിട്ട് വന്നൊന്ന് സന്തോഷമായിട്ട് ഒന്ന് ചിരിച്ച് ഒന്ന് പോവുക. വൈകുന്നേരം ഇത് കഴിയുമ്പോൾ കിടക്കാൻ പോകാൻ നേരത്ത് ഞാൻ വളരെ സ്വസ്ഥമായിട്ടൊന്ന് കിടന്നുറങ്ങിക്കുക. ഗുളിക കഴിക്കേണ്ടി വരികയില്ല. പ്രൈസ് ദി ലോർഡ്. ഇത് നോക്കിക്കോ, കുറച്ചു കാലം എഫാത്ത പ്രാർത്ഥന കൂട്ടായ്മയിലൊക്കെ വന്ന് നിങ്ങളിങ്ങനെ ശരിക്കും അങ്ങോട്ട് സ്വരം ഉയർത്തി ഇവിടെ നല്ല മനോഹരമായ പാട്ടുകളൊക്കെ കേട്ട് ചാടി മറിഞ്ഞ് സ്തുതിച്ചങ്ങ് ചെന്ന് കഴിഞ്ഞാൽ കേട്ടെന്ന അന്നേരം ഉറങ്ങും. പിന്നെ എന്തൊരത്ഭുതം! ചിലരുടെ ദേഹത്ത് പണ്ടിങ്ങനെ ചൊറിച്ചും മാന്തിയൊക്കെ ഇരുന്നവർക്ക് പിന്നെ മാന്താൻ നേരമില്ല. എപ്പോഴും സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതെല്ലാം അങ്ങ് മാറും. പിന്നെ ഒരു മാസമൊക്കെ കഴിയുമ്പോൾ എൻ്റെ കർത്താവേ, ഞാൻ ഇരട്ടി സുന്ദരിയായിട്ടുണ്ടല്ലോ. ഇപ്പം ടി വി കാണുന്ന പരസ്യം ഉപയോഗിച്ചുള്ള മരുന്നുകളൊന്നും തേച്ചില്ലെങ്കിലും എനിക്ക് ഇരട്ടി സൗന്ദര്യം വെച്ചിട്ടുണ്ടല്ലോ എന്ന് അവർ മനസ്സിലാകും. നമുക്കിങ്ങനെ സുന്ദരനും സുന്ദരിയും എല്ലാവരും ദൈവസന്നിധിയിൽ ഏറ്റവും വിലപ്പെട്ടവരാ. ദൈവവചനം പറയുന്നുണ്ട്, നീ എനിക്ക് ബഹുമാന്യനും പ്രിയങ്കരനും അമൂല്യനുമാണ്. അപ്പോൾ അത്രമാത്രം പ്രിയങ്കരനും അമൂല്യനും സ്നേഹം നിറഞ്ഞവനും ആയിട്ട് നമ്മളെ കരുതുന്ന ദൈവം നമ്മളെ ചുമ്മാ ഒന്നും വിടുകയില്ല മക്കളെ. അതുകൊണ്ട് നമുക്ക് സ്വതന്ത്രരായി സന്തോഷത്തോടെ ജീവിക്കാം. വലിയൊരു അത്ഭുത പെരുന്നാളിന് വേണ്ടി ഒരുങ്ങുമ്പോൾ നമുക്ക് സ്വർഗത്തിലെ മാലാഖമാരോട് ചേർന്ന് നിരന്തരം ഹല്ലേലൂയ പാടി സ്തുതിക്കുന്ന, എപ്പോഴും അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ നല്ല മനസ്സുള്ളവർക്ക് ശാന്തിയും സമാധാനവും ഒക്കെ കിട്ടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വരിക. അപ്പം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മഹത്വം കൊടുക്കേണ്ടത് തമ്പുരാനാ. അതുകൊണ്ട് നമ്മൾ ദൈവത്തെ ഓരോ ദിവസവും മഹത്വപ്പെടുത്തി ജീവിക്കുന്ന മക്കളായിട്ട് മാറാം. നമ്മളിൽ ഓരോരുത്തരിലൂടെയും ദൈവം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നപ്പോൾ പറഞ്ഞൊരു കാര്യം കൂടെ ഓർക്കുകയാണ്. നമ്മൾ ഈ വൈദ്യുതി ഇവിടെ കാണുന്നുണ്ട്. ഈ വൈദ്യുതി ഇവിടെ വെളിച്ചമായിട്ട് വരുന്നു. ഇവിടെ നമുക്കറിയാം ഇത് കാറ്റായിട്ട് വരുന്നു. ഇതിൻ്റെ അകത്തൂടെ വൈദ്യുതി കയറി ഇറങ്ങുമ്പോൾ അത് മനോഹരമായ ശബ്ദമായിട്ട് വരുന്നു. എന്തെല്ലാം ഒരേ വൈദ്യുതി തന്നെ വിവിധ തലത്തിൽ പല സ്വരങ്ങൾ, ചിലടത്ത് ചൂടായിട്ട് ഹീറ്റായിട്ട് വരുന്നു, ചൂടായിട്ട് ചിലടത്ത് തണുപ്പായിട്ട് വരുന്നു. അപ്പം നമ്മളിൽ ഓരോരുത്തരിലും ഒരേ ആത്മാവ് ഇങ്ങനെ വ്യത്യസ്തമായ രൂപത്തിൽ പ്രവർത്തിച്ച് എല്ലാവർക്കും സന്തോഷം, എല്ലായ്പ്പോഴും സന്തോഷം കൊടുക്കുന്ന, നമ്മൾക്ക് ഓരോരുത്തർക്കും വിവിധ കഴിവുകളും അഭിഷേകവുമാണ് കിട്ടിയിരിക്കുന്നത്. എനിക്ക് കിട്ടിയത് ഞാൻ അത് വളർത്തിക്കും. ചിലർക്ക് തണുപ്പിക്കാനായിട്ട് ഉള്ള വരം കിട്ടിയവരെ വീട്ടിൽ തണുപ്പിക്കുക, ചിലർ ചൂടാക്കാൻ വരം കിട്ടിയവർ പയ്യൊന്ന് ചൂടാക്കുക, എപ്പോഴും തണുത്തിരിക്കുന്നവനെ ചൂടാക്കണം. ചിലർ ഒന്ന് കാറ്റ് കൊടുത്ത് തണുപ്പിക്കാൻ നോക്കിയവർക്ക് അങ്ങനെയൊന്ന് കൊടുക്കാൻ നോക്കുക. അങ്ങനെ ചിലർക്ക് നല്ല പാട്ടുപാടി സന്തോഷിപ്പിക്കാൻ പറ്റുന്ന വിളി കിട്ടിയവർ അങ്ങനെ ചെയ്യട്ടെ, ഇടയ്ക്ക് പാട്ടൊക്കെ പാടട്ടെ. അങ്ങനെ നമ്മൾ വിവിധ തരങ്ങളിൽ ദൈവത്തിൻ്റെ ഒരേ ശക്തി വിവിധങ്ങളായി പ്രവർത്തിച്ച് എപ്പോഴും സന്തോഷിക്കുന്ന ദൈവജനമായിട്ട് നമുക്ക് ഓരോരുത്തർക്കും മാറാം. ഒരാൾ ഭക്ഷണം പാകം ചെയ്യുമ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ അത് ആരോഗ്യമായിട്ട് മാറും. നമുക്ക് പ്രാർത്ഥിക്കാം.